പണിമുടക്കിന്റെ ഭാഗമായി പ്രകടനം നടത്തി. സെറ്റോയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിലാണ് പ്രകടനം നടത്തിയത്. സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തിയ സമരത്തിനോടനുബന്ധിച്ചാണ് ശാസ്താംകോട്ടയിൽ സെറ്റോ കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത്. ജീവനക്കാരുടെ DA ലീവ് സറണ്ടർ, 11ാം ശമ്പള കുടിശ്ശിക എന്നിവ ഉൾപ്പെടെ തടഞ്ഞുവച്ചിരിക്കുന്ന 65,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ തിരികെ നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, മെഡിസെപ് സർക്കാർ വിഹിതം ഉറപ്പുവരുത്തി കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ശാസ്താംകോട്ടയിൽ 50ലധികം ജീവനക്കാർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മധു പുതുമന ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും നമ്മുടെ കുടിശ്ശിക അടക്കം 6 ഗഡു കുടിശ്ശികയാക്കി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണപ്പെടുന്നത്. മുൻപ് 2001 നയനാ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 4 ഗഡു DA കുടിശ്ശികയായിട്ട് പോയി, 11% കുടിയെ കുടിശ്ശികയാക്കി. ഇപ്പോൾ നമ്മുടെ കുടിശ്ശിക ഓരോ വർഷം കൂടുന്തോറും 19, അടുത്ത ഒരു മാസം കൂടി കഴിയുമ്പോൾ 22% കുടിശ്ശികയായി പോകുന്നു. നമ്മുടെ ശമ്പളത്തിലെ 4% പോലും 25% പോലും നമുക്ക് കുടിശ്ശിക കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ഓഫീസ് അറ്റൻഡന്റിന് ഓരോ വർഷവും ഓരോ മാസവും 6000-ലധികം രൂപ നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സെറ്റോ താലൂക്ക് ചെയർമാൻ R ധനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെറ്റോ കൺവീനർ അജയകുമാർ, NGO അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് J സരോജാക്ഷൻ, ബിനു കോട്ടാത്തല, ബ്രാഞ്ച് പ്രസിഡന്റ് A ബഷീർ മുഹമ്മദ്, R രാജീവ്, റോബിൻസൺ, മധുസൂദനൻ പിള്ള, തഴവ ഷുക്കൂർ, അഭിനന്ദ്, AC അജയ്കുമാർ, ബാബുക്കുട്ടൻ, ബഷീർ കുഞ്ഞ്, അനീഷ് കുമാർ, ലജു, അനിലാൽ, വിനോദ്, വിജേഷ്, സുദീന, ജോബിൻ, ഷിബു ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.